ഹൈറിച്ച് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കമ്പനിക്ക് ഹൈക്കോടതിയിൽ വീണ്ടും തിരിച്ചടി. ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത കേസ് ഹൈറിച്ച് കമ്പനി സ്വയം പിൻവലിച്ചു. കേസിൽ വാദം കേട്ടതിന് പിന്നാലെ ഹർജി തള്ളാൻ പോകുന്നുവെന്ന് ചീഫ് ജസ്റ്റിസ് അറിയിക്കുകയായിരുന്നു. അപ്പോൾ കേസ് തള്ളണ്ട എന്നും ഇത് ഞങ്ങൾക്ക് പറ്റിയ അബദ്ധമാണെന്നും ഞങ്ങൾ ഹർജി പിൻവലിച്ചോളാമെന്ന് ഹൈറിച്ച് കമ്പനിയുടെ അഭിഭാഷകർ പറയുകയായിരുന്നു. ഇതോടെ ഹൈക്കോടതിയിലെ എല്ലാ കേസുകളും അവസാനിച്ചു. എന്നാൽ 1600 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തി നിക്ഷേപം സ്വീകരിച്ചവരെ അറസ്റ്റ് ചെയ്യാനും ഇപ്പോഴും പോലീസ് തയ്യാറാകുന്നില്ല. പോലീസ് ഈ കമ്പനിയിൽ നിന്ന് ആനുകൂല്യം വാങ്ങിയ പ്രതികളെ രക്ഷിക്കാനും തെളിവ് നശിപ്പിക്കാനും കൂട്ടുനിൽക്കുന്നുവെന്ന് മുൻ MLA അനിൽ അക്കരെ പറയുന്നു. അദ്ദേഹത്തിലേക്ക്. അല്ല, ഇപ്പോ കേസുകളൊന്നും തന്നെ കേരള ഹൈക്കോടതിയിലില്ല. ഇതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവര് നമ്മുടെ ബഡ്സ് ആക്ടുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് ഈ നമ്മുടെ തൃശ്ശൂർ അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് ഉണ്ടായിരുന്നല്ലോ. ആ കോടതിയെ സമീപിക്കാനാണ് കേരളത്തിന്റെ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് 3 ഉത്തരവിലൂടെയും പറഞ്ഞിരുന്നത്. അപ്പൊ അവിടെ ഒന്നും സമീപിക്കാതെ രണ്ടാമത്തെ റിട്ട് അപ്പീലിനായിട്ട് ഇന്ന് ചീഫ് ജസ്റ്റിസിന് മുന്നിൽ വീണ്ടും വരികയുണ്ടായത്. അപ്പൊ ഇന്ന് കഴിഞ്ഞ തവണ ബാധിച്ച വക്കീൽമാരെ മാറ്റി പുതിയ ഒരു വക്കീലാണ് ഹാജരായത്. അയാൾ സുപ്രീം കോടതിയിലെ വക്കീലാണെന്നാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹമാണ് ഇന്ന് ഹിയർ ചെയ്തത്. പക്ഷെ ഇന്ന് യഥാർത്ഥത്തിൽ കോടതി അത് കേൾക്കാൻ തയ്യാറായതിരുന്നല്ല. വളരെയധികം നിർബന്ധത്തിന്റെ ഭാഗമായി ഒരു സീനിയർ വക്കീൽ വന്നു എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കോടതി കേസ് കേട്ടത്. കേസ് കേട്ടപ്പോ കേസിനകത്ത് ഇവർക്ക് യഥാർത്ഥത്തിലുള്ള ഈ കമ്പനി എന്താണെന്നതിനെ കുറിച്ചും ഈ കേസ് എന്താണെന്നതിനെ കുറിച്ചും ഒന്നും വക്കീൽമാർക്ക് അവിടെ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ തന്നെ കോടതി ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചാണ് ഡിസ്മിസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു ഡിസ്മിസ് ചെയ്യാൻ വരട്ടെ, ജൂനിയേഴ്സിനെ പറ്റി ചില അബദ്ധങ്ങളാണ്, അതുകൊണ്ട് ഞങ്ങള് പിന്നെ വിഡ്രോ ചെയ്യാന്ന് പറഞ്ഞു. അതങ്ങനെ അലോ ചെയ്തു. കേസ് തള്ളിയതിന് സമാനമായ രീതിയിൽ വിഡ്രോ ചെയ്ത് ഇവർ പോകും എന്നാണ് യാഥാർത്ഥ്യം. ഇപ്പൊ കേരളത്തിൽ ഈ ഹൈറിച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈറിച്ചിന്റെ പെറ്റീഷൻസ് ഒന്നും ഇന്ന് ഒരു കോടതിയിൽ നിലവിലില്ല. ഹൈറിച്ച് പ്രതിയായിട്ടുള്ള 5 കേസുകൾ ഉണ്ട്. അതിന് മുൻപ് ഗ്രീൻകോ പ്രതിയായിട്ടുള്ള നിരവധിയായ കേസുകളുണ്ട്. യഥാർത്ഥത്തിൽ പിടികിട്ട പുള്ളികൾ എന്ന രീതിയിൽ ഇതിന്റെ പ്രതികൾ നാട്ടിൽ കറങ്ങി നടക്കുകയാണ്. ഒരു കാര്യം ചോദിക്കട്ടെ, ബഡ്സ് ആക്ട് പ്രകാരം നിരവധി ജാമ്യമില്ലാ വകുപ്പുകൾ ഉൾപ്പെടെയുള്ള കേസാണ്. ഈ കേസിൽ എന്തുകൊണ്ടാണ് പോലീസ് നടപടികൾ വൈകുന്നത്? സാധാരണ ഒരു കേസിൽ, അത് സംസ്ഥാനത്ത് വളരെ ശ്രദ്ധേയമായ ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക കുറ്റം, പോലീസ് തന്നെ പറയുന്നു കേരള ചരിത്രം കണ്ടിട്ടില്ലാത്ത തട്ടിപ്പാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ എന്തുകൊണ്ടാണ് അറസ്റ്റും നടപടികളും വൈകുന്നത്? അല്ല, പോലീസ് 2021 മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമാണ് സ്വമേധയാ പോലീസ് കേസെടുത്തത്. അതിനുശേഷം നിരവധി കേസുകൾ വന്നു. പിന്നെ അവസാനത്തെ കേസാണ് ഇപ്പൊ ബഡ്സ് ആക്ട് 2021 നവംബറിൽ വന്നതിന് ശേഷം വിട്ടിട്ടുള്ളത്. അപ്പൊ ഈ കേസിനകത്ത് പോലീസ് യഥാർത്ഥത്തിൽ ചേർപ്പ് പോലീസ് യഥാർത്ഥത്തിൽ ഈ കേസിനെ കുറിച്ച് പഠിക്കുന്നില്ല. കുറെ കാലങ്ങളായി 2-3 കൊല്ലത്തെ ഒരു സൗഹൃദം ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചേർപ്പ് പോലീസിനുണ്ട് എന്ന് ഞാൻ സംശയിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് പോലീസിന് ഒളിച്ചോടാൻ കഴിയുന്നില്ല. കാരണം ഫയലുകൾ നോക്കുമ്പോൾ, നടപടിക്രമങ്ങൾ നോക്കുമ്പോൾ, പിന്നെ കേരളത്തിലെ തന്നെ സാമ്പത്തിക കുറ്റാന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് കൂടി നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വന്ന ഈ പറയുന്ന കോമ്പിറ്റന്റ് അതോറിറ്റി വളരെ കൃത്യമായ രീതിയിൽ പഠിച്ചതിന് ശേഷമാണ് ഈ ഉത്തരവിട്ടത്. പ്രത്യേകിച്ച് സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലിട്ട ഉത്തരവായതുകൊണ്ട് പോലീസിന് പിന്മാറാൻ കഴിയുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. അപ്പൊ അത് പരിശോധിച്ച് വരുമ്പോൾ വലിയ കോടിക്കണക്കിനുള്ള ക്രമക്കേടാണ് നടന്നിട്ടുള്ളത്. ആ ക്രമക്കേടൊന്നും അന്വേഷിക്കാൻ തങ്ങളുടെ കയ്യിൽ സംവിധാനമില്ല എന്ന് പറഞ്ഞ് നേരത്തെ കിട്ടിയ ചില പാരിതോഷികങ്ങളുടെ ഉപകാരം എന്ന രീതിയിൽ കേസ് കൈയൊഴിയാൻ വേണ്ടി പോലീസ് ശ്രമിക്കുകയാണ്. പക്ഷെ എങ്കിലും സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ ഒരു റിപ്പോർട്ട് ഇതിന് മുകളിൽ നിൽക്കുന്നതുകൊണ്ട് പോലീസ് അതിലെ യാഥാർത്ഥ്യങ്ങൾ കുറെ പറഞ്ഞു, കുറെ മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് ചെയ്യുന്നത്. പ്രതികൾ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാകുന്നില്ല എന്നുള്ളത് ഏറെ ഗൗരവതരമായ വിഷയമാണ്. അത് അതിന്റെ നിയമപരമായ കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും കേരള ഹൈക്കോടതിയിൽ ഇവരുടെ GST കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന്റെ CEO ഒരു മുൻകൂർ ജാമ്യം കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായി ഹൈക്കോടതികളിൽ ജാമ്യാപേക്ഷയുള്ള കേസുകളിൽ ഇത്തരത്തിൽ അറസ്റ്റുകൾ ചെയ്യാറില്ല. അപ്പൊ അത് ഒരു കാരണമാക്കി പോലീസ് വേണമെങ്കിൽ അത് കാരണമാക്കി പറയാനാണെന്നാണ് എനിക്ക് തോന്നുന്നത്.